ബ്ലോക്കിൽ ഒരുപാട് പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗോപി. 5 ഉണ്ടായിരുന്നു അച്ഛമ്മേ. നല്ല പോലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോ. ഇത്തവണയെങ്കിലും ചന പിടിച്ച് കിട്ടിയാ മതിയായിരുന്നു. വിളിച്ചോ അച്ഛമ്മേ? ഗോപിക്ക് ചോറ് കൊടുക്ക്. നേരം വിളിച്ചോ പോയതാ. ബാ ബാ പാടി മോളെ ബാ. എന്താ കുഞ്ഞ് ഇങ്ങനെ നോക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഒന്നുമില്ല. ചന്ദ്രകുഞ്ഞ് എന്താ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ ജാനു, പതുക്കെ പറയൂ. അമ്മ പേടിക്കണ്ട, അമ്മ ഉറങ്ങുവാ. ജാനു, എന്താ കുഞ്ഞെ? ജാനു അമ്മയോട് പറയൂ. എന്താന്ന്? ഞാൻ നോക്കിയത്. ഒന്ന് നോക്കുന്നതൊക്കെ ചെന്ന് പറയാൻ ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കുഞ്ഞ് നോക്കുന്നത്? അതെ. കുഞ്ഞെ, ചന്ദ്രകുഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കുമോ? എന്താ? എന്നാൽ എനിക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരമായിരിക്കും. എന്താന്ന് പറയൂ. എനിക്കൊരു 500 രൂപ തരണം. 500 രൂപയോ? ആരും അറിയാതെ തരണം. ഇത്ര വലിയൊരു ആവശ്യം എനിക്കുണ്ടായിട്ടില്ല കുഞ്ഞെ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി 11 മണിക്ക് കാർ ഷെഡിൽ കാത്തിരിക്കും. ചന്ദ്രു, മോനെ ചന്ദ്രു, എടാ എടാ. അമ്മ ഞാനും ഇവിടെ ഇല്ല. അവിടെ അനിയത്തിയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുക.
കാത്തു കുടിക്കും. മോൻ വേഗം എഴുന്നേറ്റ് കുളിക്ക്. നമുക്ക് അമ്പലത്തിൽ പോകാം. ബാക്കി ഞാൻ സുമതിയെ കൊണ്ടുപോകുന്നതിനകം തന്നുകൊള്ളാം സാർ. എന്നെ വിശ്വസിക്കണം, ഞാൻ ചതിക്കില്ല സാർ. ശരി, കുട്ടി അഡ്മിറ്റ് ചെയ്യാം. സിസ്റ്റർ, നമ്പർ 7 വേക്കന്റ് അല്ലേ? യെസ് ഡോക്ടർ. ഈ കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്തത്. വരൂ. നീ എവിടെ പോയത്? ഒരാളിച്ചിട്ട് കാശ് തരാണ്ടായിരുന്നു. പക്ഷേ അവന്റെ പേര് സിനിമാ സംവിധാനമാ. അവനെ പ്രായപൂർത്തിയായവർക്ക് മാത്രമൊന്നും പറഞ്ഞൊരു നാടകം നടത്തണ്ട, അതിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞൊരു 36 രൂപ 40 പൈസ പറ്റിച്ച്. നാടകം നടക്കാനിതേ ഞങ്ങളുടെ കുറ്റമല്ല. മ്യൂസിക്കിന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാനല്ല നിങ്ങളെ വിളിച്ചത്, പക്ഷയാ. പിന്നെ സായികാലന് പാടാൻ മാത്രമല്ല തല്ലാനും അറിയാം. ഇനി അത് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. എന്താ തുറച്ചു നോക്കുന്നത്? മനസ്സിലായില്ല. പോക്കിരിത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് നിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ തെറിപ്പിച്ചു കളയും. നിനക്ക് മനസ്സിലായില്ല അല്ലടാ? ഓ കിളി, നിങ്ങളും അഭിനയിക്കാൻ പണം കൊടുത്തിരുന്നു അല്ലേ? ഇല്ല. നടനാക്കാന്നും പറഞ്ഞ് എന്നോട് വാങ്ങിച്ച രൂപ അണാപ്പായി ഇപ്പൊ തന്നില്ലെങ്കിൽ എന്റെ എഞ്ചിൻ ചൂടാകും. പാടില്ല. ഈ കൊലപാതകളെ ഒന്നും വെറുതെ പാടില്ല. നിനക്കെന്ത് കിട്ടാനുണ്ട്? എനിക്ക് പണം വേണ്ട. പറഞ്ഞു നാടകത്തിൽ അഭിനയിക്കായിരുന്നതിന് മാനനഷ്ടം തരണം. ഓ, നിന്റെ മാനത്തിന് എന്ത് വിലയുണ്ട്? 20 രൂപയെങ്കിലും തരണം, ഒരു കളിയുടെ കാശ്. നിന്റെ 20ന്റെ മാനം എനിക്ക് രൂപ എത്രയാ കിട്ടാനുള്ളതെന്ന് അറിയാവോ? ഇവൻ എന്നോട് റൊക്കം മേടിച്ചത് 36 രൂപയും ഇവന്റെ ആശാൻ സാധു വീട് മേടിച്ചു കൊടുത്ത ഒരു 40 പൈസ. 36 രൂപ 40 പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രല്ലേ കിട്ടണുള്ളൂ? എനിക്ക് പോയത് 15,000 രൂപയാണ്. ഇത് ഞാൻ ആരോട് ചോദിക്കും? കിളിയാ പറയുന്നേ, വിളിയടാ പശിയെ. അവനിവിടെ ഇല്ല. എവിടെ? ഒളിവില. മേഴ്സിയുടെ വീട്ടില. മേസ്തിരിയല്ല, മേഴ്സി. അയാൾ നമ്മുടെ കാശൊക്കെ തട്ടിയെടുത്ത് താമസം അങ്ങോട്ട് മാറ്റിയിരിക്കുക. എനിക്ക് അവിടെ നോ അഡ്മിഷനുവാ. എന്നാൽ അവനെ അവിടെ നിന്ന് തപ്പണം. എന്റെ കാശ് തന്നില്ലെങ്കിൽ അവനെ ഇടിച്ച് പതിയാക്കി പഞ്ചറൊട്ടിച്ചു കളയും. പട്ടാളം ബാസുവിന്റെ സ്റ്റെപ്പിനെയാണ് ഈ പറയുന്നത്. ആശാൻ ലോറിയിലുണ്ട്, നീ ആ വീടൊന്ന് കാണിച്ചു തന്നേക്കണം. പിന്നെ നിങ്ങൾ ആരും പോകരുത്, ഇവിടെ തന്നെ നിന്നോളും. നിങ്ങൾക്ക് കാശി പോടണ വരും. വാടാ. ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ മേഴ്സി? എത്ര നേരമായി റിഹേഴ്സലിൽ ഞാൻ വെയിറ്റ് എടുത്തിട്ട് കാത്തിരിക്കുന്നു. താനവിടെ വെയിറ്റ് എടുത്തോണ്ട് കാത്തിരിക്കുക. ഞങ്ങൾ ആഹാരം ഒന്ന് കഴിക്കട്ടെ. ഒരു ലാക്ക് കാപ്പിയെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ട് കഴിക്കാനിരിക്കാമായിരുന്നു. ഇവിടെ വേലക്കാരൊന്നുമില്ല, സൗകര്യം പോലെ കൊടുത്തയക്കാം. അവന്റെ ഒരു ലാർക്ക്. ഇതൊക്കെ പാവം അമ്മച്ചി. സത്യത്തിൽ നമ്മളീ തിന്നുന്നതെല്ലാം പശുച്ചേട്ടന്റെ അല്ലേ? ഏതാടി പാവമല്ലാത്തോ? അവനീ ചെയ്തുകൊണ്ടിരിക്കുന്നതും പാവമാ. ഏതാ നാട്ടുകാരെ പറ്റിക്കുന്നത്? ഏതായാലും പശുച്ചേട്ടന് നല്ല കഴിവൊക്കെ ഉണ്ട്. എന്ത് കഴിവുണ്ടെന്ന്? കഴിവുള്ളവൻ ഇങ്ങനെ മുറിക്കാത്ത കയറി ഊതിക്കൊണ്ടിരിക്കുവാണോ? അങ്ങേർക്കൊരു സന്ദർഭം കൊടുക്കഴിഞ്ഞിട്ടില്ലേ അമ്മച്ചി? ആരെങ്കിലും ഒന്ന് കൊടുത്തു നോക്കട്ടെ, അപ്പൊ അറിയാം അങ്ങയുടെ കഴിവ് അമ്മച്ചിക്ക്. എനിക്കറിയാം, പശുച്ചേട്ടൻ നന്നായിട്ട് സംവിധാനം ചെയ്യും. എവിടെയാ അവന്റെ വീട്? അവിടെയാ. നടക്ക്. വിളിക്കടാ നിന്റെ സംവിധാനത്തിന്. സാറേ, സാറോ. എന്താ? സാറിനൊന്ന് കാണണം. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത് ആ ചേർത്തിക്ക് മാനം. അതിന് ഞാൻ അയാളെ ഇവിടെ പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. താനിങ്ങോട്ട് ഇറങ്ങിച്ചല്ല, ഇവരോട് സമാധാനം പറ. ഞാൻ തന്നെ പോണോ? പോകണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് ഇവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും. ഐ ഗോയിങ്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. പക്ഷേ മിസ്റ്റർ സാജൻ, നിങ്ങളാണോ എന്നോട് ഇങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് പെരുമാറുന്നത്? കഥയൊക്കെ പിന്നെ പറയാം. എനിക്ക് എന്റെ കാശിപ്പ് കിട്ടണം. ലോറിന് പോകാൻ നേരമായെന്ന്. കാശ് കിട്ടേണ്ടവരൊക്കെ ക്യാമ്പിൽ കാത്തിരിക്കുക. അതിന് നാടകം നടന്നില്ലല്ലോ. നാട്ടുകാരുടെ പശ പറ്റിച്ചെടുത്ത ഇത്തരം വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ചാവിട്ടി നിന്റെ ബമ്പർ ഒടിച്ചു കളയും. നിന്റെ കാലൻ. ഇയാളോട് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്. പശിന്റെ നോമാണേ. അതെ, പള്ളി ചെന്ന് പറ. ആശാനെ, ഇവനിവിടെ കിടന്നൊരു ന്യൂട്രൽ കളിക്കുക. ഇവർ വാടാ കഴിവരെ. ഇന്നിവന്റെ അന്ത്യം.
പട്ടാളം മാസുവാ, സംഗതി കുഴപ്പമാ. പട്ടിച്ചേട്ടനെ എങ്ങാനും തല്ലു അമ്മച്ചി, ചിലപ്പോ കൊന്നു ഇരിക്കും. നീ പറയാത്ത നിന്റെ പേരാണോ പശ? അതെ. അതെന്ത് പേരാടാ പശ? അതെന്റെ തറവാട്ട് പേരിന്റെ ചുരുക്കെഴുത്താണ്. ഇവന്റെ സ്വഭാവത്തിന് ഈ പേര് നല്ലപോലെ ചേരുവാച്ചാരെ. നിന്റെ തൊഴിലെന്താടാ? സംവിധാനം. എന്തിന്റെ? സിനിമയുടെ. ഇപ്പോ നാടകത്തിന്റെ. നീ എവിടെ നിന്ന് പഠിച്ചു സംവിധാനം? മദ്രാസിൽ നിന്ന്, ഫിലിം ഫീൽഡിൽ നിന്ന്. അത്രയും വലിയ സംവിധായകൻ എന്തിനാടാ നാട്ടുകാരെ പറ്റിച്ച് നാടകം തുടങ്ങിയത്? കഴുത വണ്ടിയെന്ന് കയ്യടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഒറ്റ ചവിട്ടാ. നിനക്ക് മദ്രാസിൽ എന്തായിരുന്നോ ജോലി? ക്ലാപ്പടിയായിരുന്നു സാർ. അയ്യോ അതെന്തൊരടിയാടാ. എടാ നീ ഈ കിലോ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. പറയടാ. സാജൻ സാർ എത്ര രൂപയായിരുന്നു വാങ്ങിച്ചത്? ഞാനോ? അല്ല, ഞാൻ വാങ്ങിച്ചത് 36-40. സാറാമ്മ ഒരു 36-40 ഇല്ലേ? ഉമാരനെ തല്ലി കൊല്ലും. എന്റെ കയ്യിൽ വിഷം തിന്നാൻ പോലും കാശില്ല. ഇപ്പൊ കഴിവ് കയറിടാ മോനെ. നടനാക്കാന്നും പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചിട്ട് പണം വാങ്ങിയിട്ട് ഇപ്പൊ കയ്യിലില്ലെന്നോ? അയ്യോ എന്റെ ഉടുതുണി അങ്ങോട്ട് ചവിട്ടിക്കളഞ്ഞു. അയ്യോ നാട്ടുകാരുടെ മതവറ്റിച്ചെടുത്ത എന്താണ് ഇവന്റെ കഴുത്തില്? ഡയറക്ടറല്ലേ ഇതിലാ? കൊള്ളാലോ. ആ ഒന്ന് ഊതിക്കേടേ. ഊതറ മതി. ഓടറാ ഓടറാ ഓടറാ. അവനിന് ജീവിക്കാൻ അത് മതി. ഡബിൾ റൈറ്റ്. ഓപ്പറേഷൻ സക്സസ് ആണ്. വിഷമിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞ് കെട്ടഴിക്കും. അപ്പോൾ വന്നാൽ മതി. ഈ രാത്രിയിൽ നീ എവിടെ പോയിരുന്നടി? സുമതിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന് 1500 രൂപ ആവാമെന്നല്ലേ പറഞ്ഞത്? അതെ. നിനക്ക് ഇത്രയും രൂപ എവിടെ നിന്ന് കിട്ടി? മുഴുവനും കിട്ടിയില്ല, കുറച്ച് രൂപ കിട്ടി. എവിടെ നിന്ന് കിട്ടിയെന്ന്? അത് നിനക്ക് ഇത്രയും രൂപ ആര് തന്നെന്ന്? അതൊക്കെ കിട്ടി. ഓഹോ, അപ്പൊ നിനക്ക് ഞാൻ അറിയാതെ പണം തരാൻ ആളുണ്ടല്ലേ? അത്യാവശ്യം രൂപയുണ്ടാകാതെ പറ്റില്ലല്ലോ. സുമതിക്ക് കാഴ്ച കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ആരാണ് നിനക്ക് രൂപ തന്നത്? സത്യം പറഞ്ഞാൽ ചവിട്ടിക്കളെ. ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്കോ തരാൻ കഴിയില്ല. ആരോടെങ്കിലും വാങ്ങാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞാൽ? ആ എനിക്കറിയാം, നിനക്ക് തരാൻ ആളുണ്ടാകും. പെണ്ണൊരുങ്ങിയ പണത്തിനാണോ വിഷമം? നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ. എന്റെ അനുജത്തിക്ക് കാഴ്ച കിട്ടേണ്ടതാണ് എന്റെ ആവശ്യം. വാസുവിനെ വഞ്ചിക്കാമെന്ന് നീ വിചാരിക്കണ്ട. എല്ലാം ഞാൻ കണ്ടുപിടിക്കും. അന്ന് നിന്റെ അന്ത്യം. ഇന്നലെ ഞാനൊരു കേസിന്റെ കാര്യത്തിനായി വക്കീലിനെ കാണാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ തേങ്ങാക്കാരൻ മമ്മദ് ഒരു 300 രൂപ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് തിരിച്ചു കയറുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ രൂപ ഞാൻ അപ്പൊ തന്നെ അവന്റെ കൈ കൊടുത്തു. മുറിയുടെ താക്കോല് ഏൽപ്പിച്ചു. അവൻ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന് താക്കോൽ എന്റെ കൈ തന്നു. അത്രേ എനിക്കറിയാം. എത്ര മണിക്കാണ് പുറപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 മണിയായി കാണും. എന്നിട്ട് ഞാനും ഗോപിയും കൂടെ കാറിലാണ് പോയത്. ഗോപി ഇവിടുത്തെ ഡ്രൈവറായി ജോലി നോക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 10-14 കൊല്ലമായി. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയത്? 5 മണിയായി കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ മകൻ ചന്ദ്രുവും വേലക്കാരി ജാനുവും ഉണ്ടായിരുന്നു. ഇവനോ? അയ്യോ, അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് ഇന്നാ മടങ്ങിയെത്തിയത്. വേലക്കാരി എവിടെ? ആശുപത്രി കിടക്കുന്ന അനിയത്തിയെ കാണാൻ പോയിരിക്കുക. അവൾ എങ്ങനെ, വിശ്വസ്തയാണോ? അയ്യോ പാവം. അല്ലെങ്കിൽ അവക്കങ്ങനെ എടുക്കാൻ കഴിയും? ഞങ്ങൾ മുറി പൊട്ടിയിട്ടല്ലേ പോയത്. മകൻ എവിടെ? അവൻ ലൈബ്രറി പോയിരിക്കുക. പണം കാണാതായിരിക്കുന്നെന്ന് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? അയ്യോ, തിരിച്ചു വന്ന ഉടനെ അറിഞ്ഞു. മറ്റാരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. എടാ ഗോപി, നേര് പറഞ്ഞു, ഇല്ലെങ്കിൽ കുഴപ്പമാവും. കൊച്ചമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് വേണേ, പക്ഷെ രൂപ ഞാൻ എടുത്തിട്ടില്ല. നിനക്കറിയില്ല അല്ലേ? ഞാനിവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കൊച്ചമ്മേ, ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല കൊച്ചമ്മേ. കൊച്ചമ്മേ, ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ. ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ. എന്നെ കൊണ്ടുപോയിരുന്നു കൊച്ചമ്മേ.
എന്താണ് സംഭവം? ലക്ഷ്മിയമ്മയുടെ അലമാരിയിൽ നിന്ന് 200 രൂപ മോഷണം പോയത്രേ. ഞാനാണ് അത് എടുത്തതെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഞാൻ എന്റെ സത്യം തുറന്നു പറഞ്ഞു. പക്ഷെ അതാരും വിശ്വസിച്ചില്ല. അവരെന്നെ ഒത്തിരി തല്ലി ചേട്ടാ. എന്നിട്ട് എടുത്തത് ആരാണെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം അതെടുത്തത് ആരാണെന്ന്. ആരാണ്? കൊച്ചമ്മയുടെ മകൻ തന്നെ എടുത്തത് മറ്റൊരാളിന് കൊടുത്തോ. ആർക്കാണ്? ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നരുത്. അവനാ കാശെടുത്ത് കൊടുത്തിട്ടുള്ളത് അവൾക്കാ, ചേട്ടന്റെ മുറപ്പെണ്ണ് ജാനുവിന്. ചേട്ടൻ എന്നെ തല്ലിക്കോളൂ, പക്ഷെ സത്യം ഇതാണ്. സുമതയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ രൂപ കൊടുത്തത് ചേട്ടനായിരുന്നു. ജാനുവിനെ വിശ്വസിക്കാതിരിക്കാൻ ചേട്ടന് കഴിയില്ല. പക്ഷെ എനിക്കറിയാം ജാനുവും കൊച്ചമ്മയുടെ മോനും തമ്മിൽ വളരെ എളുപ്പത്തിലാണെന്ന്. ഞാൻ ഏതൊരാളുടെ മുമ്പിൽ സത്യം ചെയ്യാം. വാ. ഞാൻ കേട്ടോ നേരോ? നിങ്ങൾ എന്താ കേട്ടത്? നീ ഒരു തേവൽ ചെയ്യണമെന്ന്. ആണെങ്കിൽ താൻ എന്ത് ചെയ്യാൻ പോകുന്നു? ജാനോ, ജാനോ, ഇവിടെ എന്തെങ്കിലും നല്ലൊരു ജീവിക്കുന്നല്ലോ. ഇറങ്ങണ പുറത്ത്. ഇനി നീ ഇവിടെ വരാൻ പാടില്ല. നിന്നെ ഞാനങ്ങനെ സൂക്ഷിക്കാൻ വിടില്ല. വാസുവിനെ വഞ്ചിച്ചുകൊണ്ട് നീ ഇനി ജീവിക്കണ്ട. ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും. വാസു ജീവിച്ചിരിക്കുമ്പോ പേച്ചു പോകാൻ നിന്നെ ഞാൻ വിടില്ല. ഞാൻ പിഴച്ചെങ്കിലേ അത് തന്റെയും കൂടെ കഴിവുകേടാണ്. ഇന്ന് രാത്രി രണ്ടിലൊന്നും ഞാൻ അറിയും. ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൻ. നിന്റെ ചോര വാസു കുടിക്കും. എടീ, ഞാൻ വരും. നീ ഒരുങ്ങിയിരുന്നോ നിന്റെ അന്ത്യയാത്രയ്ക്ക്. ഈ നേരത്തെ എന്തിനാ ആശാനെ? എടുക്കാൻ ഇന്ന് ഞാൻ അവളെ തട്ടും. വേണ്ട ആശാനെ, ആ പാവത്തിന് വെറുതെ വിട്ടേക്കാശാനെ. മാറിക്കാൻ ഞാൻ മാറില്ല. മാറാ.